guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന കേക്കാണ്, ക്രിസ്മസ് കേക്കാണ്, പ്ലം കേക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ട്രഡീഷണൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള പ്ലം കേക്ക്. ഞാൻ ഇതിൽ ആൽക്കഹോൾ റബ്ബ് ചെയ്തിട്ടുണ്ട്. ആൽക്കഹോൾ റബ്ബ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒത്തൻറ്റിക് ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനാണ് ഇതിൽ മെയിൻ കളറ്. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് അറിയാലോ, കാരമലൈസ് നിറം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡാർക്ക് ബ്രൗൺ നിറമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഏകദേശം 1 കപ്പ് വെള്ളം അപ്പുറത്തെ സ്റ്റൗവിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടോ, മെല്ലെ അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മെല്ലെ പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. കാരണം നമുക്ക് എല്ലാം അലിഞ്ഞ് വരണം. കരിയുണ്ട് കേട്ടോ, കരിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞ മണം വരും. വേണമെങ്കിൽ നിങ്ങൾക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബട്ട് ഐ പ്രിഫർ ഇങ്ങനെ പാത്രം ചുറ്റിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. കാണുന്നുണ്ടോ നമ്മുടെ കാരമൽ? ഇപ്പം എനിക്ക് നല്ല കാരമൽ മണം വരുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ പഞ്ചസാര അലിയുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് അലിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഒരു പൊടിക്കൂടെ ഒരു 2 സെക്കൻഡ് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വെച്ച് കഴിഞ്ഞാൽ കരിയും. ഓക്കെ, ബബിൾ വരാൻ തുടങ്ങി. ഇനി ഞാനിതിലേക്ക് നമ്മുടെ 1 കപ്പ് വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ സംഭവങ്ങളൊക്കെ തിളയ്ക്കും. അതുകൊണ്ട് ഞാൻ വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സിറപ്പ് ഒഴിച്ചിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇതൊന്ന് നമുക്കൊരു കട്ടിയുള്ള സിറപ്പാക്കിയിട്ട് എടുക്കാം. നമ്മുടെ സിറപ്പ് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഇനി ചൂട് അറിയാൽ കുറച്ചുകൂടെ തിക്കാവും. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും കുറച്ച് തിക്കാണ്. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. ബാക്കിയുള്ള പ്രൊഡക്ട്സൊക്കെ എടുത്തിട്ട് വരട്ടെ. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ 3 മുട്ടയുടെ മഞ്ഞക്കരുവും വെള്ളക്കരുവും മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് യെല്ലോ പാർട്ടും അല്ലാതെയുള്ള വൈറ്റ് പാർട്ടും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ വൈറ്റ് പാർട്ടാണ് ഉള്ളത്. യെല്ലോ പാർട്ട് ഞാൻ ഇവിടെ വേറൊരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് പാർട്ട് ഞാൻ വിസ്ക് അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്, നല്ല ഫ്ലഫി ആവുന്നവരെ. ഇത് ആയ ശേഷം നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കി കേക്ക് മിക്സിങ് തുടങ്ങാം. ഓക്കെ, അപ്പം ഞാനത് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ലാസ്റ്റ് മാത്രമേ നമുക്ക് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞത്. ഓക്കെ, ആദ്യം തന്നെ വേണ്ടത് ഒരു 100 ഗ്രാം വെണ്ണയാണ്. ഉപ്പില്ലാത്ത വെണ്ണയാണ്. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 100 ഗ്രാം വെണ്ണ ആഡ് ചെയ്തു. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നമുക്ക് പഞ്ചസാര സാധാരണ പഞ്ചസാരയെക്കാട്ടിലും നല്ലത് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നമുക്ക് ജാഗറി എടുക്കാം. ജാഗറി ഒരു 1/4 കപ്പും പൊടിച്ച ജാഗറി ഒരു 1/4 കപ്പും സാധാരണ ഒരു പഞ്ചസാരയും കൂടെ ഒരു 1/4 കപ്പും കൂടെ എടുത്ത് നമുക്ക് 1/2 കപ്പാക്കിയിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ബ്രൗൺ ഷുഗർ ഒരു 1/2 കപ്പ്. എൻ്റെ കയ്യിലിപ്പോൾ ലൈറ്റ് ബ്രൗൺ ഷുഗർ ഉണ്ട്. അതൊരു 1/2 കപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. വെണ്ണയും പഞ്ചസാര അലിയണം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ഏകദേശം ഒരു 3 മുട്ടയുടെ അതായത് 3 മുട്ടയാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് മൊത്തമായിട്ട് വേണ്ടത്. 3 മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളയാണ് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്തത്. ഇനി നമ്മൾ മഞ്ഞ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആഡ് ചെയ്യുന്നത് ഓരോ മുട്ട കുറച്ചായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക. ആദ്യം ഒരു മുട്ട ഇടുക, എന്നിട്ട് ബീറ്റ് ചെയ്യുക, എന്നിട്ടും ഒരു 2 മിനിറ്റിന് ശേഷം വീണ്ടും അടുത്ത മുട്ട ഇടുക, എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ഓരോരോ ബീറ്റ് ചെയ്യുന്നില്ല, ഓരോരോ ഐറ്റംസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ
കാരമൽ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം നമ്മൾ ഉണ്ടാക്കി വെച്ചത് നല്ലോണം ചൂടാറി. അതുമാതിരി ഞാനിവിടെ ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂൺ ഓറഞ്ച് മെർമലൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാം. അതേമാതിരി ഒരു ബ്ലാക്ക് കറൻറ്റ് ജാമും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ തേന്, 3ഉം ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നല്ല ടേസ്റ്റ് ഫ്ലേവറും നമുക്ക് തരും കേട്ടോ ഈ ഒരു കേക്കിൽ. പിന്നെ ഒരു 1/4 കപ്പ് ബദാമും 1/4 കപ്പ് കാഷ്യൂ നട്ടും എടുത്തിട്ടുണ്ട്. അതായത് രണ്ടും കൂടി ഏകദേശം ഒരു 1/2 കപ്പ് വരും. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് സ്പൈസസ് ആണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതുണ്ട്. അതുമാതിരി ഞാനിവിടെ റഫായിട്ട് മിക്സിയുടെ ജാറിൽ, ഒരു കുട്ടി ജാറിൽ എൻ്റെ കയ്യിൽ പൊടിക്കണ ജാറുണ്ട്, അതിൽ ഞാൻ ഒരു 4-5 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പൂ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 1-1.5 ടീസ്പൂൺ വരുന്നതാണ്. അതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഏകദേശം ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാനുണ്ട്. അതേമാതിരി നമ്മൾ എസൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമുക്കൊരു ചെറിയ ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതുമാതിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ എസൻസും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്താലും മതി. ഇതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ എസൻസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ലോ സ്പീഡിലായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സ്റ്റാൻഡ് ബീറ്റർ ഇല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക, ബീറ്റ് ചെയ്യുക, ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക, വീണ്ടും ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ പൊടി എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒരു അരിപ്പയിൽ കൂടെ ചലിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തത് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലേ നമുക്ക് ഈ പതപ്പിച്ചത് പോവാതിരിക്കണമല്ലോ. അപ്പോൾ ഒന്നിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹെവി ബാറ്ററാണ്. ഒന്നിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ടെക്സ്ചർ മാറും. എഗ് വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്തത് വെറുതെ ആവും. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ആഡ് ചെയ്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ഒന്ന് ലൈറ്റൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് ബാക്കി ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതിനെ ഫോൾഡ് ചെയ്യുക എന്ന് പറയും. നമ്മൾ കറപറാന്ന് മിക്സ് ചെയ്യല്ല, ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ്, എല്ലാവിടേക്കും ആക്കി എടുക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു കേക്ക് പാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് 2 സൈഡും കവർ ചെയ്ത് ഇങ്ങനെ ഫീൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഓക്കെ, മേലെ കുറച്ചുകൂടെ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയും ആഡ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി ഓവൻ ഞാൻ 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇത് ബേക്ക് ചെയ്യാൻ പോകണം 170 ഡിഗ്രി സെൽഷ്യസിൽ. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ ആവും. ഒരു 55 മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുള്ളൂ ബാറ്റർ എങ്ങനെയുണ്ട് എന്നുള്ളത്. പാനിൻ്റെയും ഓവൻ്റെയും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഓരോ ഓവനും ഓരോ പാനും സൈസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അടിയിൽ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഏകദേശം ഒരു 1 മണിക്കൂർ മുതൽ ഒരു 1-1.5 മണിക്കൂറിലുള്ള ഇത് ബേക്കായിട്ട് വരുന്നതാണ്. ഞാൻ ബേക്ക് ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. അത്യാവശ്യം ചൂടുണ്ട്, ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ തൊടാം. ഞാനിപ്പോൾ ഈ ചൂടിൽ തന്നെ ഞാൻ കുറച്ച് ഇതിലേക്ക് എന്തെങ്കിലും ആൽക്കഹോൾ നമുക്ക് അതിൽ റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആൽക്കഹോൾ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം ഈ കേക്ക് വെക്കാനുള്ള ഓപ്ഷൻ ആവും. ഇപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അധിക ദിവസം വെച്ചിരിക്കാൻ പറ്റില്ല. ഒരുപാട് ദിവസം ക്രിസ്മസ് വരെയൊക്കെ വെച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ റബ്ബ് ചെയ്തിട്ട് പാർച്ച്മെൻറ്റ് പേപ്പറിൽ
ചൂടാറിയ ശേഷം പൊതിഞ്ഞ് ഡബിൾ റാപ്പ് ചെയ്ത് വേണമെങ്കിൽ ഒരു അലുമിനിയം ഫോയിലും കൂടെ പൊതിഞ്ഞിട്ട് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് ക്രിസ്മസിൻ്റെ അന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇതിൽ ചൂടിൽ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് റമ്മുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ആൽക്കഹോൾ കുറച്ച് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ എങ്കിലും ഒരു പപ്പടം കുത്തി കൊണ്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ അങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് അബ്സോർബ് ആവും. കണ്ടോ? ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആൽക്കഹോൾ കഴിക്കാത്തവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. നമ്മളിപ്പോൾ ട്രഡീഷണൽ രീതിയിൽ കാണിക്കുന്നതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, ഇപ്പോൾ കേക്ക് ഞാൻ കട്ട് ചെയ്തു. ഓൾറെഡി ഒരു ഹാഫ് ഭാഗം ഞങ്ങൾ കഴിച്ചും കഴിഞ്ഞു. കാരണം ഇടയിൽ ഗസ്റ്റ് വന്നപ്പോൾ കറക്റ്റ് സമയത്ത് എടുത്ത സമയത്താണ് അവർ വന്നത്. അപ്പം കട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു. കുറേ ഞങ്ങൾ കഴിച്ചു. സോ ബാക്കി ഇത്രയേ ഉള്ളൂ. ഇപ്പോഴും ചെറിയ ചൂടുണ്ട്, മുഴുവനായിട്ട് ആറിയിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയാം, ഇതിൽ ഞാൻ ആൽക്കഹോൾ റബ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ആൽക്കഹോൾ റബ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ കഴിക്കാനാണെങ്കിൽ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. കണ്ടോ? ഭയങ്കര സോഫ്റ്റാണ്. ആക്ച്വലി ഇത് റബ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷെ കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ നിങ്ങൾ റബ് ചെയ്ത് വെച്ചോളൂ. റബ് ചെയ്ത ഉടനെ കഴിക്കുമ്പോൾ എന്തായാലും ആൽക്കഹോൾ ടേസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണ് പ്ലം കേക്ക് എന്ന് ഇതിനെ വിളിക്കുന്നത്. ശരിക്കും പുറത്തെല്ലാം ഇതിനെ ഫ്രൂട്ട് കേക്ക് എന്നാണ് വിളിക്കുന്നത്. കാരണം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കേക്കായതുകൊണ്ട്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.